ശ്രീ ഷാബു പ്രസാദ്, ഇന്നിപ്പോൾ AKG ഭവനിലേക്ക് എത്തിയ പോലീസിന് നെയിം പ്ലേറ്റ് ഇല്ല, യൂണിഫോം ഇല്ല. അവരോട് യൂണിഫോം ഇടാത്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് മഴയായതുകൊണ്ട് യൂണിഫോം ഉപേക്ഷിച്ചു എന്നതാണ്. പരിഹാസ്യമല്ലേ ശ്രീ ഷാബു പ്രസാദ്? അവര് യൂണിഫോമോട് കൂടി തന്നെ വരണം, അറസ്റ്റ് ചെയ്യാൻ വരണം എന്ന ഇവിടെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. അവര് വാശി പിടിച്ചു. അവര് ഇല്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ കൊണ്ടുപോകുന്നല്ലോ പറഞ്ഞത്. സാധാരണ ചിലപ്പോൾ പോലീസ് മഫ്തിയിലും നടക്കാറുണ്ട്, മഫ്തിയിലും വരാറുണ്ട്. എപ്പോഴും യൂണിഫോം ഇരിക്കും, ഡ്യൂട്ടിയിലുള്ള എപ്പോഴും യൂണിഫോമിൽ തന്നെ വേണം എന്നുള്ളതൊന്നും അങ്ങനെ നിർബന്ധമില്ല. അതായത് അവിടെ അവർക്ക് മഫ്തിയിലും അവരുടെ ഡ്യൂട്ടി ചെയ്യാം. ഈ രാജ്യത്തെ നിയമമാണത്. എന്നാലും ഇവിടെ കേരളത്തിലെ പോലീസ് പിണറായി വിജയനെ രക്ഷാത്തിൽ പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടതാണ്. ശിവദാസനിരുന്ന് കണ്ണീരൊഴുക്കി പൊട്ടിക്കരഞ്ഞ് ഹൃദയം പൊട്ടുന്നതൊക്കെ നമ്മൾ കണ്ടപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വില കുറഞ്ഞ തമാശയായിട്ട് മാത്രമാണ് അത് തോന്നിയത്. ഒരു കോമഡി ആയിട്ടാണ് തോന്നിയത്. കാര്യം ഇവരാണല്ലോ ഈ പറയുന്നത് എന്നുള്ളത് ഓർത്തിട്ട്. എന്തായാലും അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനമാണെന്നൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം എന്താണ് പറഞ്ഞത്? ശരി, ഞാനൊരു ലോ മേക്കറാണ്, ഞാൻ പാർലമെന്റിൽ നിന്നാണ് വരുന്നത്, നിങ്ങൾ യൂണിഫോമിൽ വരൂ എന്ന് പറഞ്ഞപ്പോൾ അവര് തിരിച്ചു പോവുകയോ ചെയ്തത്. എന്താ ഡൽഹി പോലീസിന് അവിടുന്ന് അവരെ തൂക്കിയെടുത്തോണ്ട് പോകാനുള്ള കരുത്തില്ലാഞ്ഞിട്ടാണോ? അതോ ഫാസിസം കുറച്ച് കുറഞ്ഞു പോയത് കൊണ്ടാണോ? അവരെ ഇവരുദ്ദേശിക്കുന്ന ഫാസിസം ഇല്ലാഞ്ഞിട്ടാണോ? അതല്ല ഇവര് ചെയ്തത്. അല്ല, പിന്നെ എന്തുകൊണ്ടാണ് അവർ പിന്തിരിഞ്ഞു പോയത്? അല്ല, ശരി, അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ, അതായത് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കുകയാണ് ചെയ്തത്. അതൊരു തുടർ ആരോപണമാണല്ലോ. ഇപ്പൊ ദില്ലിയിൽ ഈ വിദ്യാർത്ഥികളെ നേരിടാൻ പോകുമ്പോഴും പലർക്കും നെയിം പ്ലേറ്റ് ഇല്ല, പേര് ചോദിച്ചാൽ പറയാനില്ല. ഈ വൈറലായ വീഡിയോകളിലെ ദൃശ്യങ്ങളാണ്. യൂണിഫോം ഇല്ല, ലാത്തി ചാർജ് ചെയ്യുന്ന പോലീസിന് യൂണിഫോം ഇല്ല, അപ്പോ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന പോലീസിന് യൂണിഫോം ഇല്ല. ഇതൊരു തുടർച്ചയാണല്ലോ. പോലീസ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ എപ്പോഴും 100% യൂണിഫോം വേണമെന്ന് ഇവിടുത്തെ ഏത് നിയമമാണ് പറയുന്നത്? ഒരു നിയമത്തിലുമില്ല. അത് ഒരു നിയമത്തിലുമില്ല. അവിടെ ഐഡന്റിറ്റി കാർഡ് കയ്യിലുണ്ടായാൽ മതി, ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ. ഐഡന്റിറ്റി കാർഡ് കയ്യിലുണ്ടായാൽ മതി. മഫ്തിയിൽ പോലീസിന് ഡ്യൂട്ടി ചെയ്യാം ഈ നാട്ടില്. അതുകൊള്ളല്ലോ. പോലീസ് യൂണിഫോമിലല്ലാതെ ഡ്യൂട്ടിയിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല എന്നൊന്നും പറഞ്ഞില്ല. ഒരു അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുകയാണ് പോലീസ്. അല്ല, ശരിയാണ്, അങ്ങ് പറയുന്നത് ശരിയാണ്. പോലീസ് എന്ന് പറയുന്നത് ഫുൾ ടൈം ഡ്യൂട്ടി എന്ന് തന്നെയാണ് അവരുടെ ഡ്യൂട്ടിയെ വിവക്ഷിച്ചിട്ടുള്ളത്. പക്ഷെ ഇതൊരു അറസ്റ്റ് നടപടിയാണ്, കൃത്യമായി വന്നതാണ്. ശരി, ഇനി കോടതിയുടെ കൈവശമുള്ള, കോടതിയിൽ വിചാരണയടക്കം നടക്കാനിരിക്കുന്ന ഒരു കേസാണ്. അതിന്റെ കുറ്റപത്രം അടക്കം സമർപ്പിച്ചിരിക്കുന്നതാണ്. 2021 കേസാണ്. പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ അറസ്റ്റ് മോഹം ഉണ്ടായിരിക്കുന്നത്? നിയമ നടപടിയിലൂടെ അല്ലാതെ എവിടെ നടന്നിട്ടുണ്ടോ? അവര് വാറണ്ട് വേണ്ടാണ് വന്നത്. അവര് വാറണ്ട് വേണ്ട. ഇപ്പൊ ഇവരിവിടെ കിടന്ന് അലറി വിളിക്കുന്നു. നോട്ടീസ് അടക്കം ചോദിച്ചു. ഈ കോടതിയിൽ ഹാജരാകാതിരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നോട്ടീസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കൈവശം ഇല്ല സാർ, അതുകൊണ്ടാണ് തിരിച്ചു പോകേണ്ടി വന്നത്. തിരുവനന്തപുരത്തെ സുഗതനെ കോടതിയുടെ പരിഗണനയിൽ തിങ്കളാഴ്ച കോടതി പരിഗണിക്കാതിരിക്കുന്ന കേസിലല്ലേ ഇവര് അർദ്ധരാത്രി ആകാശത്തേക്ക് വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയത്? ഇതൊക്കെ ഈ നാട്ടിലുള്ള, അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ കൺമുമ്പ് നടന്ന കാര്യം. സുഗതൻ കാപ്പ കേസ് പ്രതിയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും പോലീസിന് കസ്റ്റഡിയിലെടുക്കാം. ഐഷിഘോഷിനെതിരെയുള്ള കേസിൽ ഐഷിഘോഷിനെതിരെ കാപ്പയടക്കമുള്ള കാപ്പ കേരളത്തിൽ മാത്രം ചുമത്താൻ പറ്റുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കേസുകളുണ്ടോ? 2021 കേസ്, അത് കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ്. അത് അല്ല, മാത്രമല്ല അതിൽ ഹാജരാകാതിരുന്നതുമായി ബന്ധപ്പെട്ട് വാറന്റ് പുറത്തില്ല, എന്തെങ്കിലും കോടതിയുടെ നോട്ടീസ് ഇല്ല. കപ്പയാണോ മാങ്ങയാണോ മീനാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പോലീസ് ഇതൊക്കെ നിയമമാണ്. നിയമം കപ്പയും മാങ്ങയും ഒക്കെ ആയി തോന്നുന്നത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. അവിടെ നിയമമാണോ ഇനി അവിടെ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ അവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കാം. ഞങ്ങൾ അനാവശ്യമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് ഇതേ കോടതിയെ അവർക്ക് സമീപിക്കാം. ആ കോടതി തന്നെയല്ലേ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സമരത്തിൽ പങ്കെടുത്ത, അതായത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ വിടണം. ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ്, പബ്ലിക് ന്യൂസൻസ് അല്ല, അവിടെ പൊതുമുതൽ കത്തിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, ആ രീതിയിലുള്ള അക്രമങ്ങൾ നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ തുടരാം. ഇതും കോടതി തന്നെയാണ് പറഞ്ഞത്. അല്ല, ഐഷിഘോഷിനെതിരെ ഈ സമരവുമായി ബന്ധപ്പെട്ട പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലല്ല അറസ്റ്റ്. 2021 അവർ ഈ പറയുന്ന ഈ ഡൽഹിയിൽ തന്നെ മറ്റെവിടെയോ ഉണ്ടായ, ഞാൻ വിചാരിക്കുന്നത് ബംഗ്ലയിലോ മറ്റോ ആണ്, അവിടെ നടത്തിയ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസാണ്. അവിടെ അതിന്റെ പേരിലാണ്, ബംഗ്ലാ ഭവന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിലാണ് ഈ 5 വർഷക്കാലത്തിന് ശേഷം കോടതി പരിഗണിക്കുന്ന ഒരു കേസിൽ അറസ്റ്റിന് വന്നിരിക്കുന്നത്.
നിയമവിരുദ്ധമാണെങ്കിൽ ഇവർ തന്നെ കോടതിയെ സമീപിക്കട്ടെ. അല്ല, നിയമവിരുദ്ധമായതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ ദില്ലി പോലീസ് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ മൂപ്പ് കുറവായതുകൊണ്ടല്ല തിരിച്ചു പോയത്, ഗ്രൗണ്ട്സ് ഇല്ലാത്തത് കൊണ്ടാണ്. യൂണിഫോം എന്ന ഒരു ഫാക്ട് ശരി, അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോയത്. അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് അവർക്ക് അപ്പൊ അങ്ങനെ പ്രതിരോധമില്ലാതിരുന്നുവെങ്കിൽ ഇപ്പോ CPM പറയുന്നത് സോനം വാങ്ചുക്കിനെ തട്ടിക്കൊണ്ടുപോയതുപോലെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായി എന്നതാണ്. അതൊക്കെ ഇവർക്ക് അതൊക്കെ പറയാം എന്നുള്ളതല്ലാതെ അങ്ങനെ ആളുകൾക്ക് പറയാൻ തക്ക വിധം നിയമത്തെ മതിക്കാതിരിക്കുന്നവരെയാണ് പോലീസ് എന്ന് നമുക്ക് വിളിക്കേണ്ടി വരുന്നത്. Debate with Madhu Saji.